അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഏത് എക്സാം എടുത്താലും അതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അങ്ങനെയുള്ള കുറച്ച് വിപ്ലവങ്ങളുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പം ഇത് SCERT ബേസ് ചെയ്താണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇനി റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ മൈൻഡിൽ ഇരിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിൻ്റെ സ്റ്റോറി ഒന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ് മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. റൈറ്റ്? അപ്പോൾ ആദ്യം നോക്കാം. ആദ്യം ഒരു കഥയായിട്ടാണ്. അപ്പോൾ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വടക്കേ അമേരിക്ക ബേസ് ചെയ്താണ് നടക്കുന്ന സംഭവമാണ്. റൈറ്റ്? അപ്പോൾ കഥ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഈ ഏലം, കുരുമുളക് അങ്ങനെ ഇഷ്ടംപോലെ വാണിജ്യ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ടെന്നറിയാം. അങ്ങനെ യൂറോപ്യൻസൊക്കെ ഇന്ത്യയിലേക്കുള്ള റൂട്ട് നോക്കി നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലേക്കുള്ള വഴി നോക്കി വന്ന ഒരു സ്പാനിഷ് നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ അന്വേഷിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു വൻകരയിലെത്തുന്നു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നു. അപ്പോൾ അയാൾ ഇന്ത്യക്കാരെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നു. അവരെ കണ്ട ഉടനെ അത് ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നു. പിന്നെയാണ് അത് മനസ്സിലായത് അത് ഇന്ത്യയല്ല, വടക്കേ അമേരിക്ക ആയിരുന്നെന്ന്. അപ്പം 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് വടക്കേ അമേരിക്കയിലെത്തുന്നു. അവിടെ കണ്ട ജനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങളാണ് പിൽക്കാലത്ത് എന്തെന്നറിയപ്പെട്ടത്? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. അപ്പം ഈ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർ അറിയപ്പെടുന്നതാണ് റെഡ് ഇന്ത്യൻസ്. അത് പിന്നെ അറിയപ്പെട്ടതാണ്. റൈറ്റ്? പിന്നെ അത് കൂടാതെ തന്നെ അപ്പം അമേരിക്ക കണ്ടെത്തി ഒരു 17-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ, 17-ാം നൂറ്റാണ്ട് നമുക്കറിയാം, അതായത് 1600-നും 1700-നും ഇടയ്ക്ക്, ആ കാലയളവിൽ 17-ാം നൂറ്റാണ്ടിൽ ഈ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനങ്ങളൊക്കെ അവിടെ ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേഫ്ലവർ എന്ന കപ്പൽ, ആ കപ്പലിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരെത്തി. ഇവരിവിടെ വന്ന് കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പം ഇംഗ്ലണ്ടിൽ ഒരു 17-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ മതപീഡനമൊക്കെ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ മേഫ്ലവർ എന്നൊരു കപ്പലിൽ കുറേ ഇംഗ്ലീഷുകാർ എവിടേക്ക് വരുന്നു? ഈ അമേരിക്കയിൽ വരുന്നു. ഇവിടെ വന്നപ്പോൾ അവർ ചെയ്തു? ഇവിടെ വന്ന് കോളനികൾ ആരംഭിക്കാൻ തുടങ്ങിയവർ. നമ്മൾ ഇന്ത്യയിലൊക്കെ ആരംഭിച്ച പോലെ തന്നെ ആ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. ഇവർ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ. അതായത് ഇവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അവരറിയപ്പെടുന്നതാണ് തീർത്ഥാടക പിതാക്കൾ, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ്. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇവിടെ കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ആൾക്കാർ, ഇവർ കാടുകളിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടവർ. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവുമെല്ലാം ഈ യൂറോപ്യന്മാർ കവർന്നെടുത്തു. അതായത് അവിടുത്തെ അധികാരികൾ ആരായിരുന്നു? റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. അവിടേക്ക് ഇവർ വന്ന് കുടിയേറുകയും അവിടെ ഉണ്ടായിരുന്ന അവരുടെ വസ്തുക്കളും ആട്ടിൻപറ്റങ്ങളും ഇവരെ കരസ്ഥമാക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ റെഡ് ഇന്ത്യൻസ് അവരെ ഉൾക്കാടുകളിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവർ ഇവിടെ വന്ന് കോളനികളെ സ്ഥാപിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കോളനിയൊക്കെ സ്ഥാപിച്ചു. അടുത്തിവിടെ കച്ചവടങ്ങൾ തുടങ്ങി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ നിന്ന് നല്ല അസംസ്കൃത വസ്തുക്കൾ കിട്ടുമെന്ന്. ഇപ്പോൾ നമ്മളവിടെ തന്നെ നമുക്കറിയാം കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും?
അതൊക്കെ അവർക്ക് വ്യവസായത്തിനുള്ള അസംസ്കൃത വസ്തുക്കളാണ്. അത് ഇവർ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് അവരെ നാട്ടിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. റൈറ്റ്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും, ഈ പരുത്തി അങ്ങനെയുള്ളതൊക്കെ അവർ കയറ്റുമതി ചെയ്തിട്ട് അവിടെ നിന്ന് മോഡേൺ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് തന്നെ വിൽക്കും കൂടിയ വിലയ്ക്ക്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അവരല്പം മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് 1000 രൂപയ്ക്ക് വിൽക്കും. റൈറ്റ്. അതുപോലെ ഇവരെന്ത് ചെയ്തു, അമേരിക്കയിൽ നിന്ന് അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിച്ച് കൊണ്ടുപോവുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായി ഈ കോളനികൾ ഉപയോഗിക്കുകയും ചെയ്തു. കൂടാതെ ഇതൊക്കെ ആയപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു, ഈ അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ഈ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയമുണ്ട്. അതിൻ്റെ പേരാണ് മെർക്കൻറ്റിലിസം. അപ്പം അവിടെ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ തന്നെ ഈ കച്ചവടക്കാരെന്ത് ചെയ്തു, ഇവിടെ ഒരു വാണിജ്യ നയം കൊണ്ടുവന്നു. വാണിജ്യ നയം, അതിൻ്റെ പേരാണ് മെർക്കൻറ്റലിസം. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മെർക്കൻറ്റിലിസം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൈറ്റ്. അപ്പോൾ ഒരു വാണിജ്യ നയം കൊണ്ടുവന്നു, അതിൻ്റെ പേരാണ് മെർക്കൻറ്റിലിസം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ മെർക്കൻറ്റിലിസം നിയമത്തിലുള്ള പ്രധാന പോയിൻറ്റുകൾ ഒരു 5 പോയിൻ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, കോളനിയിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇവർക്കൊരു സാധനം കയറ്റുമതി ഇറക്കുമതി ചെയ്താൽ അത് അവരുടെ കപ്പലിലായിരിക്കണം. അതായത് ഒന്നുകിൽ ഇംഗ്ലണ്ടിൻ്റെ കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ ഈ കോളനികൾ, അതായത് അതും ഇംഗ്ലണ്ടുകാർ തന്നെയാണ്, അവർ നിർമ്മിച്ച കപ്പലിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു കപ്പലിലും പറ്റില്ല. ഒന്നുകിൽ കോളനി നിർമ്മിച്ച കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ കപ്പലിലായിരിക്കണം. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, കോളനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. റൈറ്റ്. അപ്പോൾ അതെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം കോളനികളിൽ നമുക്കറിയാം കൃഷി സാധനങ്ങളുണ്ടായിരുന്നു. പഞ്ചസാരയുണ്ട്, കമ്പിളിയുണ്ട്, പരുത്തിയുണ്ട്, പുകയിലയുണ്ട്. ഇത് എവിടേക്ക് മാത്രം, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ അയക്കാവൂ. അതായത് ഇംഗ്ലണ്ട് ഒരു വില പറഞ്ഞാൽ ആ വില തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് കമ്പോളങ്ങൾ കൂടുതലടുത്ത് വിൽക്കാൻ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വില എങ്ങനെ നമുക്ക് ഡിമാൻഡ് വരും, ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് എന്താണ്, ഒരു കണ്ടീഷൻ വെച്ചെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ഏതൊക്കെ സാധനങ്ങൾ, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില, ഇവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഇംഗ്ലണ്ട് ഇവിടെ വന്ന് കയറിയതാണ് അമേരിക്കയിൽ. അടുത്ത് പറയുകയാണ്, ഇവിടെ ഉള്ള പ്രമാണങ്ങളായിരുന്നാലും വർത്തമാന പത്രങ്ങളായിരുന്നാലും ലഘുലേഖകളായിരുന്നാലും ലൈസൻസുകളായിരുന്നാലും ഇതിലെല്ലാം ആരുടെ മുദ്ര പതിക്കണം, ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അതായത് നമുക്ക് പറഞ്ഞാൽ ആൾമോസ്റ്റ് എന്തെന്ന് പറയാം, ഇംഗ്ലണ്ടാണ് അമേരിക്ക ഭരിക്കണമെന്ന് പറയാം. അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, കോളനികൾ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ സൈന്യമൊക്കെ ഇവിടെ നിൽക്കും, അവരുടെ ചിലവെല്ലാം ആരാണ് നോക്കാനുള്ളത്, കോളനിക്കാർ തന്നെ നോക്കണം. കോളനികൾക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പം ഇവിടേക്ക് ഇപ്പോൾ തേയിലയോ ഗ്ലാസ്, കടലാസ് ഇവയൊക്കെ ഇറക്കുമതി ചെയ്യും നമ്മുടെ അമേരിക്കയിലോട്ട്. അപ്പോൾ ഈ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ സാധനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം, ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 പോയിൻ്റാണ് മെർക്കൻറ്റിലിസം നിയമം എന്ന് പറയുന്നത്. ഒന്ന്, കയറ്റുമതി ചെയ്യാനും ഇറക്കുമതിന് ഏത് കപ്പൽ ഉപയോഗിക്കണം, ഒന്നുകിൽ ഇംഗ്ലണ്ടിൻ്റെ കപ്പൽ, അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പൽ. രണ്ടെന്താണ് പറഞ്ഞത്, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മൂന്നെന്താണ്, പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ ഇവയിലെല്ലാം എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. നാലെന്താണ്, ഇംഗ്ലണ്ടിൻ്റെ സൈന്യം ഇവിടെ കോളനികളുണ്ട്, അവരുടെ ചിലവെല്ലാം ആര് നോക്കണം, കോളനിയിൽ നോക്കണം. അഞ്ചാമത്തെ എന്താണ്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം കൂടെ കൊണ്ടുവന്നു. റൈറ്റ്. അപ്പോൾ ഇറക്കുമതി ചുങ്കം കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ വില കൂടും. റൈറ്റ്.
അപ്പോൾ ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് മെർക്കൻറ്റൈസ് നിയമമൊക്കെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ജനം അസ്വസ്ഥരായി. അങ്ങനെ കൊണ്ട് പ്രധാനപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ടീ എന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്, തേയിലുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. സംഭവം ഇങ്ങനെയാണ്. ഈ അമേരിക്കയിലെ ഒരു പ്രസിദ്ധമായ തുറമുഖമാണ് ബോസ്റ്റൺ തുറമുഖം. അപ്പോൾ ഈ ബോസ്റ്റൺ തുറമുഖത്ത് തേയിലയുമായിട്ട് ഒരു ഇംഗ്ലീഷ് കപ്പൽ നങ്കൂരമിട്ടിരുന്നു. അപ്പം ഈ ബോസ്റ്റൺ തുറമുഖം, ഈ സ്ഥലം പ്രത്യേകിച്ച് ബോസ്റ്റൺ തുറമുഖത്ത് തേയില ലോഡ് കയറ്റി ഒരു കപ്പൽ നങ്കൂരമിട്ടുന്നു. ഈ കപ്പലിലേക്ക് ഈ ബോസ്റ്റണിലെ ജനങ്ങൾ തന്നെ, ഈ ബോസ്റ്റൺ എന്ന സ്ഥലത്തുള്ള ജനങ്ങൾ തന്നെ ഈ നമ്മുടെ റെഡ് ഇന്ത്യൻസ് ഉണ്ടല്ലോ, ആ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷത്തിൽ കയറുകയും ഏകദേശം 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇത് നടന്ന ഡേറ്റ് എന്ന് പറയുന്നത്, ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഡേറ്റ്. അപ്പം ഡേറ്റ് ഇങ്ങനെയാണ്: 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനിയുള്ള സംഭവങ്ങൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡേറ്റ് പഠിക്കുക. 1773 ഡിസംബർ 16. ഇതെങ്ങനെ പഠിക്കാൻ നോക്കാം. ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് 1773 ലാസ്റ്റത്തെ നമ്പർ പഠിച്ചാൽ മതി, 73. ഞാൻ പഠിച്ചത് ഒരാഴ്ചയിൽ 7 ദിവസമല്ലേ, 7 ദിവസവും 3 നേരം ചായ കുടിക്കുന്നു പഠിച്ചു. 7 ദിവസവും 3 നേരം, അതായത് 73. ഈ ഡിസംബർ നമ്മൾ ഡി എന്ന് എഴുതാമല്ലോ, അപ്പോൾ DAT എന്ന് വായിച്ചു. ഡിസംബർ DT അങ്ങനെ പഠിച്ചു. ടി നമ്മൾ നമ്മൾ ടീക്ക് എഴുതുമ്പോൾ ഡ എന്നല്ല എഴുതുന്നത്, അങ്ങനെ ഓർമ്മിച്ചാൽ ഡിസംബർ ടീ പാർട്ടി ടി. അടുത്ത് 16 ഞാൻ പഠിച്ചത്, നമുക്കറിയാം ഇപ്പം ഒരു നാട്ടിൻ പുറത്തൊക്കെ ചായക്ക് വില 7 അപ്പോൾ 1 + 6 7 എന്ന് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ 1773 ഡിസംബർ 16. ഓക്കെ. അപ്പം ഈ ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം നമുക്ക് മനസ്സിലായല്ലോ. ബോസ്റ്റൺ എന്ന തുറമുഖത്ത് തേയില ലോഡ് കയറ്റിയിരുന്ന ഒരു കപ്പൽ, അതിലേക്ക് ബോസ്റ്റണിലെ ജനങ്ങൾ തന്നെ ആരുടെ, റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിൽ കയറുകയും 342 പെട്ടിയോളം തേയില അതിലുണ്ടായിരുന്നതിനടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? ഈ പ്രതിഷേധത്തിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, മെർക്കൻറ്റൈസ് നിയമപ്രകാരം തേയിലയുടെ നികുതി കൂട്ടിയതാണ്. റൈറ്റ്. അപ്പോൾ അതൊരു സീനിങ്ങാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിനെ തുടർന്ന് നമുക്കറിയാം ഒരു വിപ്ലവമൊക്കെ നടക്കുമ്പോൾ കുറേ തത്വചിന്തകന്മാരൊക്കെ വരും, അവരുടെ കോൺസെപ്റ്റുകൾ പറയും. അതൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ഉത്തേജകമാകുന്നത്, വിപ്ലവത്തിനൊക്കെ നിൽക്കുന്നവർക്ക് ഉത്തേജകമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ജോൺ ലോക്ക്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത്രയാണ് പറഞ്ഞത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശം ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ഓർമ്മിക്കാം? ജോൺ ലോക്കാണ്. ആ ലോക്ക് ഓർമ്മിക്കുക. ലോക്ക് നമുക്കറിയാം മൗലികാവകാശങ്ങൾ നോക്കണം. മൗലികാവകാശം മനുഷ്യൻ്റെ ഒരു സ്വതന്ത്ര ജീവിതത്തിന് വേണ്ടിയാണ് മൗലികാവകാശങ്ങളുണ്ട്. അതായത് മനുഷ്യന് എന്തുകൊണ്ടും അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അതില്ലെങ്കിൽ എന്താണ്, ലോക്ക് ചെയ്ത പോലെ അല്ലേ, അങ്ങനെ ഓർമ്മിക്കുക. ലോക്ക്. അപ്പോൾ ജോൺ ലോക്ക്, മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ് അവകാശമില്ല. അപ്പോൾ ഏതൊരു ഗവൺമെൻറ് വന്നാലും ഒരു മനുഷ്യൻ്റെ മൗലികാവകാശം ഹനിക്കാൻ അവർക്ക് അവകാശമില്ല. ഈ മീനിങ് ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ ഒരാളെ മൗലികാവകാശം റദ്ദ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ചോദിച്ചാൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങനെ ഓർമ്മിക്കുക. അപ്പോൾ ലോക്ക് എന്ന് പറഞ്ഞാൽ മൗലികാവകാശത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത്. അടുത്തൊരു തത്വചിന്തനാണ് തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഒന്നുകൂടെ, തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് അവർ ഉദ്ദേശിച്ച ഇംഗ്ലണ്ടിനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഇത് ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ റോൾ കാണുമല്ലോ, അപ്പം ഒരാളെ അടിച്ചങ്ങ് താത്തിടുമ്പം അയാൾ വേദനയോടെ എന്ത് പറയും, കൂടുതൽ അയാൾ വിജയിക്കണമെന്ന് നടക്കുന്ന കാര്യമല്ലെന്ന് പറയില്ലേ, നീ ഒരിക്കൽ പരാജയപ്പെടുമെന്ന്. സെയിം തന്നെ. അതുപോലെ തോമസ് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പെയിൻ്റെ അർത്ഥം എന്താണ്?
വേദന എന്ന മീനിങ് ആണ്. റൈറ്റ്. അപ്പോൾ തോമസ് പെയിൻ വേദനയോടെ പറയാണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. റൈറ്റ്. ലോക്ക് എന്താണ് പറഞ്ഞത്? ജോൺ ലോക്ക്, അത് മൗലികാവകാശങ്ങളാണ്. ഒരു മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അധികാരമില്ല, അവകാശമില്ല. തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് വേദനയോടെ പറഞ്ഞ് ഓർമ്മിച്ചാൽ മതി. പെയിനോടെ പറഞ്ഞ്. റൈറ്റ്. അപ്പോൾ അത് രണ്ടും കിട്ടുമല്ലോ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് വർഷങ്ങളോട് ബന്ധപ്പെട്ടാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പറഞ്ഞു, ഏത് വർഷമാണ്? 1773. എന്താണ്? ഒരു ഗ്രൂപ്പൊക്കെ കൂടി ഇതിനെ എതിർക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1774, ഇപ്പോൾ 1773 എന്ന് പറയുമ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി. അതിൻ്റെ അടുത്ത വർഷം 1774 ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത്, ഫിലാഡൽഫിയ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ച സ്ഥലത്തിൻ്റെ പേര് ഫിലാഡൽഫിയ ആയിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം 1774 ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞല്ലോ 13 കോളനികളാണെന്ന് ആദ്യമായിട്ട് ഇവർ കീഴടക്കിയത്. അപ്പോൾ ഈ കോളനികളിൽ ജോർജിയ ഒഴിച്ചുള്ള എല്ലാ കോളനിയും ഒരുമിച്ച് കൂടുന്നു, ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ഇത് അറിയപ്പെടുന്നതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇംഗ്ലണ്ട് ഈ അടിച്ചേൽപ്പിച്ച നയങ്ങളുണ്ടല്ലോ, നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ജോർജിയ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു കോളനിയായിരുന്നു ജോർജിയ. ഓർമ്മിച്ചാൽ മതി. ഇപ്പം തുടരുമെന്ന സിനിമയിൽ ജോർജ് സാർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ജോർജിയ മാത്രമാണ് ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഒരേ ഒരു കോളനി. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. വർഷം ചോദിച്ചാൽ 1774. റൈറ്റ്. അപ്പോൾ ഇവരിവിടെ സമ്മേളിച്ച് തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ അധികമായിട്ട് ഇപ്പം മെർക്കൻറ്റൈസ് നിയമമൊക്കെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു? അധികമായിട്ട് നികുതി ചുമത്താൻ തുടങ്ങി. അപ്പോൾ ഇത് നികുതിയെല്ലാം ചുമത്തരുതെന്നും കൂടാതെ ഈ കോളനി ജനതയുടെ അംഗീകാരം കൂടെ കിട്ടിയിട്ട് വേണം ഇങ്ങനെയുള്ള ടാക്സുകൾ, നികുതികൾ ഏർപ്പെടുത്താനെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എങ്ങനെയാണ്? അവരവരുടെ ഇഷ്ടത്തിന് നികുതികൾ ഏർപ്പെടുത്തുന്നു. റൈറ്റ്. അപ്പം ഈ ജനത്തിൻ്റെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം നികുതികൾ ഏർപ്പെടുത്താൻ എന്നൊരു നിവേദനം ഇവർ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ, ആദ്യം സമാധാനത്തിൻ്റെ വഴി, പിന്നെ ആക്രമണത്തിൻ്റെ വഴി, അങ്ങനെയൊക്കെ പറയില്ല. അതുപോലെ ആദ്യം ഇവർ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടി അവരാദ്യം സമാധാനപരമായി നിവേദനം കൊടുത്തു. പക്ഷേ അപ്പോൾ രാജാവ് എന്താണ് ചെയ്തത്? രാജാവ് ഈ ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. അപ്പോൾ ആദ്യം ജനങ്ങൾ സമാധാനപൂർണ്ണം ഒരു നിവേദനം കൊടുക്കുകയാണ്, ഇങ്ങനെ ടാക്സ് കൂട്ടരുത്, ഇങ്ങനെ കൂട്ടുന്നെങ്കിൽ തന്നെ ജനങ്ങളുടെ അംഗീകാരത്തോടെ വേണം ചെയ്യാൻ. ഇങ്ങനെ പറഞ്ഞൊരു നിവേദനം കൊടുത്തപ്പോൾ രാജാവ് എന്ത് ചെയ്തു? അവിടുത്തെ സൈന്യത്തെ അയച്ച് ഇതിനെ അടിച്ചമർത്തി. അങ്ങനെ അതിൻ്റെ അടുത്ത വർഷം 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടുന്നു. അതും എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയ തന്നെയാണ്. അപ്പം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ എവിടെ കൂടി ചോദിച്ചാലും, ഒന്നാമത്തെ ചോദിച്ചാലും രണ്ടാമത്തെ ചോദിച്ചാലും കൂടിയ സ്ഥലം ഒന്ന് തന്നെയാണ്, ഫിലാഡൽഫിയ. അടുത്തടുത്ത വർഷങ്ങൾ 1774 75. അപ്പോൾ 75 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടിയപ്പോൾ അപ്പോൾ ആദ്യം സമാധാനത്തിൻ്റെ മാർഗം തേടി. അടുത്ത രണ്ടാമത് അവരെന്ത് ചെയ്തു? ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. അപ്പോൾ ആദ്യം സമാധാനമായി നിവേദനം കൊടുത്തു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? സൈന്യത്തെ വിട്ട് അടിച്ചമർത്താൻ നോക്കി. രണ്ടാമത് അവരെന്ത് ചെയ്തു? രണ്ടാമത് കോൺഫറൻസ് കൂടി അവർ സൈന്യത്തിൻ്റെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ 1776
അതായത് അതിൻ്റെ അടുത്ത വർഷം. ഇതെല്ലാം കണ്ടിന്യൂസ് വർഷങ്ങളാണ്. 1773, 1874, 1775, ഇപ്പോൾ 1776. അപ്പോൾ 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ നടത്തി. അപ്പോൾ ഇവർ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടി അങ്ങ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുത്ത് തയ്യാറാക്കിയ 2 വ്യക്തികളുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഒന്ന് തോമസ് ജെഫേഴ്സൺ, 2 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. തോമസ് ബെഞ്ചിലിരിക്കുന്നു പഠിച്ചാൽ മതി. തോമസ് ബെഞ്ചിലിരിക്കുന്നു, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തോമസ് ബെഞ്ചിലിരിക്കുന്നു, ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയവരാണ് ഒന്ന് തോമസ് ജെഫേഴ്സൺ, 2 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. എന്ത് സംഭവിച്ചു? പിന്നെ അങ്ങ് യുദ്ധം തുടങ്ങി. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം അവസാനിക്കുന്ന വർഷം ചോദിച്ചാൽ 1781. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എപ്പോഴാണ്? 1776. അത് കഴിഞ്ഞ് 5 വർഷം 1781 ആയപ്പോഴേക്കും ഇവർ തമ്മിലുള്ള, അതായത് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നപ്പോഴാണ് 1776 ജൂലൈ 4. പക്ഷേ ഈ 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നപ്പോഴാണ് 1783. ഏത് ഉടമ്പടി പ്രകാരം? പാരീസ് ഉടമ്പടി പ്രകാരം. അങ്ങനെ തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പം നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ അടുത്തെന്താണ്? ഭരണഘടന തയ്യാറാക്കുക. നമ്മൾ തന്നെ അറിയാമല്ലോ, 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു, 1950 ഭരണഘടന തയ്യാറാക്കുന്നു. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ടിലെ 13 കോളനികൾ സ്വതന്ത്രമാകുന്നത്. പിന്നെ അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെ ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ഇതാണ് സംഭവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത് ഇതിൻ്റെ റിസൾട്ടായി സംഭവിച്ച കാര്യങ്ങളാണ്. ഒന്ന്, പിന്നെ അതിനുശേഷം നടന്ന പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നൽകി. ഇപ്പോൾ ഒരു വിപ്ലവം നടക്കുമ്പോൾ അതിനുശേഷം നടക്കുന്ന വിപ്ലവങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും, റൈറ്റ്? കൂടാതെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. 3, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറായി. നമുക്കറിയാം, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയും ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറായി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ സംവിധാനം എന്ന ആശയം ലോകത്തിന് നൽകി. ഇപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതിയും കൊടുത്തു, ഫെഡറൽ സംവിധാനവും കൊടുത്തു. കൂടാതെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറായി. കൂടാതെ പിൽക്കാലത്ത് നടന്ന വിപ്ലവങ്ങൾക്കെല്ലാം, സ്വാതന്ത്ര്യ സമരങ്ങൾക്കെല്ലാം ഇതൊരു പ്രചോദനമായി. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള, ഇത്രയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് വർഷം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം 1492. അതെന്താണ്? 1492 ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തുന്നത്. 1492 അത് നമുക്ക് കണക്ട് ചെയ്യാം. 1492 ക്രിസ്റ്റഫർ കൊളംബസ് എത്തുന്നത്. അയാൾ ഇന്ത്യ എന്ന് വിചാരിച്ച് വടക്കേ അമേരിക്ക എത്തുന്നു. നമ്മുടെ ഇന്ത്യയിലെത്തുന്ന ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. അയാൾ ഏത് വർഷമാണ്? 1498, അതായത് 6 വർഷം കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് 1492 വടക്കേ അമേരിക്കയിലെത്തുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങളാണ്. ഒന്ന്, 1773 ഡിസംബർ 16. ഞാൻ നേരത്തെ പറഞ്ഞു 1773 ഡിസംബർ 16. 7-3 നമ്മൾ പറഞ്ഞല്ലോ, 7 ദിവസവും 3 നേരം ചായ കുടിക്കുന്ന കാര്യം. അപ്പോൾ 1773 ഡിസംബർ 16
ബോസ്റ്റൺ ടീ പാർട്ടി. ഇത് പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. അടുത്തെന്താണ്? അതിൻ്റെ അടുത്ത വർഷം തന്നെ 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ കൂടുന്നു. ഒരു കോളനി ഒഴികെ ബാക്കിയെല്ലാം പങ്കെടുത്തു. ആ കോളനിയുടെ പേരാണ് ജോർജിയ. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടുന്നു. അതും ഫിലാഡൽഫിയയിലാണ്. പ്രത്യേകം എന്താണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ഇവർ സമാധാനപരമായി ഒരു നിവേദനം കൊടുക്കുന്നു. പക്ഷേ രാജാവ് എന്ത് ചെയ്യുന്നു? സൈന്യത്തെ ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്തുന്നു. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി നിയമിക്കുന്നു 1775. അതിൻ്റെ അടുത്ത വർഷം 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. പിന്നെ ഉള്ള കാലഘട്ടം യുദ്ധമായിരുന്നു. അങ്ങനെ 1781, അതായത് 5 വർഷം കഴിഞ്ഞപ്പോൾ യുദ്ധം അവസാനിക്കുന്നു. അങ്ങനെ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഈ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് വർഷം. അടുത്ത് ഇതിൻ്റെ ഒരു 1-2 കോട്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു മുദ്രാവാക്യമാണ്, പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല. പല പ്രാവശ്യം ക്വസ്റ്റ്യനാണ് ഇത്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമ്മളത് ഓർമ്മിച്ചാൽ മതി. കാരണം ഇതിലെ മെയിൻ പ്രശ്നം എന്താണ്? ഈ വിപ്ലവത്തിലെ മെയിൻ കാര്യം എന്താണ്? തുടക്കത്തിനുള്ള കാരണം തന്നെ നികുതി കൂട്ടിയതാണ്. അതായത് തേയിലയ്ക്കും ഗ്ലാസിനും കടലാസിനുമൊക്കെയുള്ള നികുതി കൂട്ടിയാണ്. നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം? സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോസ്റ്റൺ ടീ പാർട്ടി അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമുക്കിപ്പോൾ അറിയാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റൈറ്റ്. ആ ബോസ്റ്റൺ ടീ പാർട്ടിക്കുള്ള കാരണം എന്തായിരുന്നു? തേയിലയുടെ നികുതി കൂട്ടിയതാണ്. അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ മുദ്രാവാക്യം രൂപപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജെയിംസ് ഓട്ടിസ്. അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഓടിക്കോ എന്ന് പറയുകയാണ്. അപ്പം നികുതി ചോദിച്ചു വരുമ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുക, ഒരു ഇമേജ് ചെയ്യുക. ഒരാൾ നികുതി ചോദിച്ചു വരികയാണ്, അപ്പോൾ പറയുകയാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നീ ഓടിക്കോ, അങ്ങനെ ഓർമ്മിച്ചു. ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. കൂടെ നമ്മൾ പഠിച്ച 2 കോൺസെപ്റ്റ് എന്താണ്? ഒന്ന്, ജോൺ ലോക്ക്. അയാൾ എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. നേരത്തെ പറഞ്ഞു, മൗലിക അവകാശം ലോക്ക് ചെയ്യുക. അപ്പോൾ ലോക്ക് മൗലിക അവകാശം. അടുത്ത് തോമസ് പെയിൻ എന്താണ് വേദനയോട് എന്ത് പറഞ്ഞു? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. റൈറ്റ്. അപ്പം ഇത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.